ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇതാ പൊരിഞ്ഞടിയാണ്. സംഭവം എന്ന് വെച്ചാൽ കിച്ചൺ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ ദോശ കലക്കുന്ന പാത്രത്തിൽ കുറച്ച് പൊടി കാണും. അത് വെസൽ ടീമായിട്ടുള്ള ഷാനവാസിനോടും അനുവിനോടും കഴുകാനായിട്ട് പറയുന്നു. ഇത് കഴുകാതെ ഇന്ന് രാവിലെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കില്ല. ഇനി മരുന്ന് കഴിക്കുന്നവർക്ക് ഇന്നലത്തെ ചപ്പാത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിക്കാം. അപ്പൊ ഷാനവാസ് അനു പറയുന്നുണ്ട് കഴുകില്ല. ഈ ഒരു ചെറിയ പൊടിക്കാണ് നിങ്ങൾ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് ഞങ്ങൾ കഴുകി വെച്ച പാത്രമാണ്. പിന്നെ അവിടെ അങ്ങനെ വെക്കുമ്പോൾ പൊടി വരുന്നതൊക്കെ സ്വാഭാവികമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൈവിൽ പൊരിഞ്ഞടിയാണ്. ഷാനവാസ് പറയുന്നുണ്ട് അനുവിനോടുള്ള ദേഷ്യം തീർക്കാനാണ് ഇവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ്. ലൈവിൽ എന്തായാലും അതിരാവിലെ തന്നെ വമ്പൻ അടി നടക്കുന്നു. ഒടുക്ക നൂറ പറയുന്നുണ്ട് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്കറി ഉണ്ടാക്കാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നൂറ ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. ഷാനവാസ് അപ്പോൾ ആർക്കൊക്കെ ഫുഡ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സാബുമാൻ, അനുമോൾ, അനീഷ്, ആദില, നൂറ ഇവർക്കൊക്കെ ഫുഡ് വേണമെന്ന് പറയുന്നു. എന്നിട്ട് ഷാനവാസും നെവിനും വാക്കുതർക്കം ഉണ്ടാവുന്നതിനിടയിൽ നെവിന്റെ കയ്യിലുള്ള പാലെന്തോ ഷാനവാസ് അവിടെ തട്ടിപ്പറിക്കാനായിട്ട് നോക്കുമ്പോൾ കയ്യിലുള്ള പാല് മൊത്തം ഷാനവാസിന്റെ മേത്തൊഴിക്കാണ് നെവിൻ. അതോടുകൂടി ഷാനവാസിനവിടെ വയ്യാതായി. ഷാനവാസ് അവിടെ താഴ്ത്തു തന്നെ ഇരിക്കുന്നു. ഇവരുടെ ഈ അടിയെല്ലാം കണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് കയ്യാങ്കളി വേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് കട്ട കൽപ്പിൽ തന്നെ അവിടെ പറയുന്നുണ്ട്. ഒടുക്ക എല്ലാവരും കൂടി ഷാനവാസിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ആര്യൻ, അക്ബറും നെവിനെല്ലാം പറയുന്നത് ഷാനവാസിന്റെ ഡ്രാമയാണെന്നാണ്. ബിഗ് ബോസ് ഷാനവാസിനെ എത്രയും പെട്ടെന്ന് കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുമ്പോൾ ഷാനവാസിന് നീക്കാനും വെള്ളം കുടിക്കാനൊന്നും പറ്റുന്നില്ല. അനീഷെല്ലാം പറയുന്നുണ്ട് ഹാർട്ടിന് കുഴപ്പമുള്ളത് കൊണ്ട് സമയം കളയാതെ വേഗം നീക്കി ഷാനവാസ് എന്നെല്ലാം പറയുമ്പോൾ ഷാനവാസിന് അവിടെ നീക്കാൻ പറ്റുന്നില്ല. ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ ഞങ്ങളെല്ലാവരും പുറത്ത് നിൽക്കാം, ഡോക്ടറെ ഉള്ളിലേക്ക് വിളിക്കോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ബിഗ് ബോസ് വേഗം കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഷാനവാസിനെ എങ്ങനെ പിടിച്ച് കൺഫഷൻ റൂമിൽ എത്തിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ പൊരിഞ്ഞടി നടക്കുന്നു. എല്ലാവരോടും ബിഗ് ബോസ് അവിടെ ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട് പറയുന്നതെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.